السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأتباعه أجمعين. أما بعد. بسم الله الرحمن الرحيم. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അവസാന സമയം ആകുമ്പോൾ അത് മാറിപ്പോകും. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും കാര്യങ്ങളെല്ലാം അടുത്തു വരും. അതിൻ്റെ സമയം നടക്കേണ്ട സമയമാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും വഴുതിപ്പോകും, മാറിപ്പോകും. ഒന്നെങ്കിൽ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം മേടിക്കണം, 5 സെൻറ്റ് വസ്തു മേടിക്കണം. അല്ലെങ്കിൽ ആ വസ്തു മേടിച്ചിട്ട് ആ വസ്തുവിനുള്ളിൽ ഒരു വീട് വെക്കുക. അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കുക, അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കുക, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ഗൾഫിൽ ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുക. അതുപോലെ 100 ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് ഗൾഫിൽ പോകാൻ തന്നെ സാധ്യത വന്നാൽ ആദ്യം നമ്മൾ പൈസ കൊടുത്ത് പോകാനുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം ശരിയായി ഇന്ന ദിവസം പോകും എന്ന് നമ്മൾ ഉറപ്പിച്ചു. ആ അവസാന നിമിഷം അത് മാറിപ്പോകും. എല്ലാ കാര്യത്തിനും നമുക്ക് തടസ്സങ്ങളാണ് വരുന്നത്. ബിസിനസ് തുടങ്ങട്ടെ, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കട്ടെ, അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങട്ടെ, അല്ലെങ്കിൽ സ്ഥലം മേടിക്കട്ടെ, അല്ലെങ്കിൽ അതുപോലെ എന്ത് കാര്യമായിക്കോട്ടെ, അവസാന സമയമാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും തടസ്സങ്ങൾ വന്ന് അത് മാറിപ്പോകും. അതുപോലെ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത് ശത്രുദോഷങ്ങൾ കൊണ്ടോ മറ്റ് മാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അയൽവാസിയുടെ ദോഷങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും കൊണ്ടല്ല. സാങ്കേതികമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കും നീ ഇന്ന് ആ കാര്യം ചെയ്യണ്ട, നീ ഇന്ന് കടയിൽ പോകണ്ട, അല്ലെങ്കിൽ നീ ഗൾഫിലേക്ക് യാത്ര പോകണ്ട, അല്ലെങ്കിൽ നിൻ്റെ മക്കളെ കെട്ടിക്കണ്ട, അല്ലെങ്കിൽ മകനെ നീ പെണ്ണ് കാണാൻ പോകണ്ട, അല്ലെങ്കിൽ മകൾക്ക് നീ കല്യാണം ആലോചിക്കണ്ട. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കും. ആ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ തടസ്സങ്ങൾ എന്താണ്? ഹൈറായ രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ആ തടസ്സങ്ങൾ അള്ളാഹു തആല മാറ്റിത്തരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് ഓതാനുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് അതിനെല്ലാത്തിനും പരിഹാരം അള്ളാഹു കാണിച്ചു തരും. അപ്പം തടസ്സങ്ങൾ നീങ്ങാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് രാവിലെ സുബഹി കഴിഞ്ഞ നിസ്കാരമുള്ളവരാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് 100 പ്രാവശ്യം പറയുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയുക. അതിനുശേഷം 15 ആയത്തുൽ കുർസി ദായിമാക്കണം. അതിന് സമയമൊന്നുമില്ല. സുബഹി കഴിഞ്ഞോ, ളുഹർ കഴിഞ്ഞോ, അസ്ർ കഴിഞ്ഞോ, മഗ്രിബ് കഴിഞ്ഞോ, ഇശാ കഴിഞ്ഞോ, എപ്പോൾ വേണമെങ്കിലും ഓതാം. 15 ആയത്തുൽ കുർസി ദായിമാക്കണം. അപ്പോൾ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക, രണ്ടാമത് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 100 എണ്ണം, അതുപോലെ 15 ആയത്തുൽ കുർസി ദായിമാക്കുക. പിന്നീട് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് 100 പ്രാവശ്യം പറയുക. അത് മറ്റൊരു അഭിപ്രായത്തിൽ 450 പ്രാവശ്യം ചെല്ലാം എന്നും കണക്കുണ്ട്. അത് സമയമുള്ളവരാണെങ്കിൽ 450 തന്നെ ഓതിയാലും ഇൻഷാ അല്ലാഹ് അത്രയും നല്ലതാണ്. അതിനുശേഷം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 100 തവണ ഓതുക. ഇതൊന്നും മറന്നു പോകരുത്. എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്തിട്ട് നിസ്കാരത്തിന് ശേഷം ഇത് ചെയ്യൽ ഏറ്റവും അഫ്ളലായ കാര്യങ്ങളാണ്. പിന്നീട് ചെയ്യാനുള്ള സൂറത്തുൽ ഫത്ഹ്, നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫത്ഹ് ഒരെണ്ണം ഓതുക. സൂറത്തുൽ ഫത്ഹ് ഒരെണ്ണം ഓതിന് ശേഷം മുസമ്മിൽ സൂറത്ത് 3 എണ്ണം ഓതുക. മുസമ്മിൽ സൂറത്ത് 3 എണ്ണം ഓതാൻ 10 മിനിറ്റ് മതി. അപ്പോൾ 3 മുസമ്മിൽ സൂറത്തും ഓതുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വഖത്ത് നിസ്കാരത്തിന് ശേഷം ഓതണം എന്നില്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ സമയം ഉള്ളതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി ദുആ ചെയ്താൽ ഒരൊറ്റ തടസ്സങ്ങളില്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമായാലും ഹലാലായ കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അത് കഴിഞ്ഞിട്ട് ആലു ഇംറാൻ സൂറത്തിലെ 73-74 ആയത്ത്, ആലു ഇംറാൻ സൂറത്തിലെ 73-74 ആയത്ത്
വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് 73, 74 ആയത്ത്. ഈ 2 ആയത്തുകൾ 11 തവണ വീതം ഓതി അതും ദുആ ചെയ്യുക. അതിനുശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതിൻ്റെ കണക്ക് 7900 7900. അത് ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കണമെന്നില്ല. കുറേശ്ശെ നിങ്ങൾക്ക് പറ്റുന്ന അനുസരിച്ച് ആ എണ്ണം പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് അത് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞാൻ ഈ ഓതിയ ദിക്റിൻ്റെ ഹക്ക് കൊണ്ട് പഠിച്ചവനെ എൻ്റെ ഹലാല ഇന്ന കാര്യം ഇന്ന മുറാദ് നീ എളുപ്പമാക്കി തരണ റബ്ബെ, ഹാസിലാക്കി തരണ തമ്പുരാനെ, തടസ്സങ്ങൾ മാറ്റി തരണ തമ്പുരാനെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനുശേഷം ഒരു ദിക്റോടെ പറഞ്ഞുതരാം. യാ റഹീമ കുല്ല ശരീഖിൻ വ മക്റൂബിൻ വ ഗയാസഹു വ മആദഹു, യാ റഹീമ കുല്ല ശരീഖിൻ വ മക്റൂബിൻ വ ഗയാസഹു വ മആദഹു എന്ന് ഒരു ദിവസം 390 തവണ അത് 40 ദിവസം ഓതണം. ഇൻഷാ അള്ളാഹ് 40 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഹലാലായതാണെങ്കിൽ അള്ളാഹു തആല സാധിച്ചു തരും, യാതൊരു സംശയവും വേണ്ട. യാ റഹീമ കുല്ല ശരീഖിൻ വ മക്റൂബിൻ വ ഗയാസഹു വ മആദഹു എന്ന് 390 എണ്ണം വീതം ദിവസവും ഓതുക. അത് 40 ദിവസം ഓതണം. ഒരാൾ തന്നെ ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ഇത് എല്ലാ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓതി ദുആ ചെയ്താൽ ഹലാല എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല തടസ്സങ്ങളൊന്നും ഇല്ലാതെ, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളെല്ലാം മാറ്റി അള്ളാഹു തആല കാര്യങ്ങളെ റാഹത്താക്കി തരും. ആദ്യമായി ഒന്നുകൂടെ പറഞ്ഞുതരാം. നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ അത് 100 പ്രാവശ്യം. അതിനുശേഷം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് 100 തവണ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫത്ഹ് 1 തവണ ഓതിയ, ഒന്നിൽ കൂടുതൽ ഓതിയാലും കുഴപ്പമൊന്നുമില്ല, 3 ഓതിയാലും കുഴപ്പമൊന്നുമില്ല. സമയമില്ലെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഒന്നെങ്കിൽ ഓതുക. അതിനുശേഷം മുസ്സമ്മിൽ സൂറത്ത്, യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് 3 ഓതണം. അത് 5 നേരത്തിന് നിസ്കാരത്തിന് ശേഷം ഒരു സൂറത്തുൽ ഫത്ഹും മുസ്സമ്മിൽ സൂറത്തും ഓതിയാൽ അത്രയും നല്ലതാണ്. സമയമില്ലാത്തവരാണെങ്കിൽ, മറ്റ് തിരക്കുകളുള്ളവരാണെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഒരെണ്ണം ഓതുക. അതിനുശേഷം മുസ്സമ്മിൽ സൂറത്ത് അത് 3 ഓതുക. പിന്നെ ആലു ഇമ്രാനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ 73, 74 ആയത്തുകൾ, സൂറത്തു ആലി ഇമ്രാനിലെ 73, 74 ആയത്തുകൾ. ഇതിൽ 2 ആയത്തുകളും 11 തവണ വീതം ഓതി ദുആ ചെയ്യുക ഇൻഷാ അള്ളാഹ്. അതിനുശേഷം മറ്റൊരു 2 ദിക്റുള്ളത്. ഒന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് മാത്രം 7900 തവണ ഓതുക. 7900 തവണ ഓതി അത് ഓതി ദുആ ചെയ്യുക. അതിനുശേഷം യാ റഹീമ കുല്ല ശരീഖിൻ വ മക്റൂബിൻ വ ഗയാസഹു വ മആദഹു അത് ഒരു ദിവസം 390 എണ്ണം വീതം 40 ദിവസം ഓതുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ഇരിപ്പിന് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്നില്ല. ഓരോന്ന് മാറി മാറി ചെയ്താലും മതി. എല്ലാം ഒരൊറ്റ നിയ്യത്തായിരിക്കണം. അള്ളാഹുവെ, ഞാൻ സ്ഥലം മേടിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു ചെറുക്കനെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മകനൊരു പെണ്ണിനെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്, ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവെ, ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം അള്ളാഹുവെ നിൻ്റെ മഹ്ലാൽ ഫളലുകൊണ്ട്, ഞാൻ ഓതുന്ന പരിശുദ്ധ ഖുർആന്റെ ഹക്കുകൊണ്ട്, ഞാൻ ചെല്ലുന്ന ദിക്റിൻ്റെ ബർക്കത്തുകൊണ്ട് തമ്പുരാനെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ആ കാര്യത്തിലേക്ക് അറിയിക്കൂ. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്താക്കി തരും, ഖൈറാക്കി തരും. യാതൊരു സംശയവും വേണ്ട. അതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, സംസ്കാരമുള്ളവരാണെങ്കിൽ 1% പോലും സംശയിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല റാഹത്താക്കി തരും. നമ്മുടെ ഹലാലായ എന്താഗ്രഹമാണെങ്കിലും പരിശുദ്ധ ഖുർആന്റെ ഹക്കുകൊണ്ടും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടും ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു തആല റാഹത്താക്കി ഖൈറാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.